അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 5ാമത്തെ പാഠം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് കേൾക്കുക, റിവിഷൻ ചെയ്യുകയാണ്. ദാലിക ബുർത്തുകാലൻ, അതാണ് പാഠത്തിന്റെ ടൈറ്റിൽ. അത് ഓറഞ്ച് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പാഠത്തിൽ ദാലിക, തിൽക, ഈ 2 പദങ്ങള് എവിടെ ഉപയോഗിക്കും, അതിന്റെ അർത്ഥമെന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അതിന്റെ അർത്ഥം. തിൽക എന്ന് പറഞ്ഞാൽ അത്. നമ്മുടെ കുറച്ച് അകലെയുള്ള ദൂരെയുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനാണ് ദാലിക, തിൽക ഉപയോഗിക്കുന്നത്. പുല്ലിംഗമാണെങ്കിൽ ദാലിക എന്നും സ്ത്രീലിംഗമാണെങ്കിൽ തിൽക എന്നും ഉപയോഗിക്കും. സ്ത്രീലിംഗം കൂടുതൽ പദങ്ങളും അവസാനം ഹാത്തായിലാണ് അവസാനിക്കുക. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ വായിക്കാം. ദാലിക ബുർത്തുകാലൻ, അത് ഓറഞ്ചാണ്. തിൽക തുഫാഹത്തുൻ, അത് ആപ്പിൾ ആണ്. ദാലിക ബാമിയ, അത് വെണ്ടയാണ്. തിൽക ബിത്തീഹത്തുൻ, അത് വത്തക്കയാണ്. ഇത്രയുമാണ് 1ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദാലിക ബുർത്തുകാലൻ, ബുർത്തുകാലൻ എന്നുള്ളത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ദാലിക ഉപയോഗിച്ചു. തുഫാത്ത് സ്ത്രീലിംഗമാണ്, അവസാനം ഹാത്ത കാണാം, അതുകൊണ്ട് അവിടെ തിൽക എന്ന് ഉപയോഗിച്ചു. ബാമിയ എന്നുള്ളത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ദാലിക ഉപയോഗിച്ചു. ബിത്തീഹത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ്, അവസാനം ഹാത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ തിൽക എന്ന് ഉപയോഗിച്ചു. അങ്ങനെ നമുക്ക് ദാലികയാണോ തിൽകയാണോ വേണ്ടത് എന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എല്ലാവരും അടുത്ത പേജ് മറിക്കും. അടുത്ത പേജില് നമ്മൾ പഠിച്ച ദാലികയും തിൽകയുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ ചെയ്യാം. നുജീബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ ഉത്തരം പറയുക. മാ ദാലിക, അത് എന്താണ്. ദാലിക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. മാ തിൽക, അത് എന്താണ്. തിൽക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. മാ തിൽക, അതെന്താണ്. തിൽക ദജാജത്തുൻ, അത് പിടക്കോഴിയാണ്. മൻ ദാലിക, അത് ആരാണ്. ദാലിക വലതുൻ, അത് ആൺകുട്ടിയാണ്. മൻ തിൽക, അതാരാണ്. തിൽക ബിന്തുൻ, അത് പെൺകുട്ടിയാണ്. നസ്അലു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ ചോദിക്കാം. മൻ തിൽക, ഇവിടെ പെൺകുട്ടി ആയതുകൊണ്ട് പെൺകുട്ടിയോട് മൻ തിൽക, അത് ആരാണ് എന്ന് ചോദിക്കണം. ഇവിടെ ആൺകുട്ടിയാണ്, അപ്പോൾ മൻ ദാലിക, അത് ആരാണ്, അങ്ങനെയാണ് ചോദിക്കുക. ഇവിടെ വെണ്ടയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഒരു വസ്തു ആയതുകൊണ്ട് മാ എന്നാണ് ഉപയോഗിക്കേണ്ടത്. മാ ദാലിക. വെണ്ടയ്ക്ക് നമ്മൾ പറയുന്നത് ബാമിയ എന്നുള്ളത്, അത് പുല്ലിംഗമാണ്, അതുകൊണ്ട് ദാലിക വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കണം. മാ ദാലിക എന്ന് ചോദിക്കണം. ഇനി വത്തക്കക്ക് നമുക്ക് ബിത്തീഹത്തൻ എന്നാണ് പറയാ, അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തിൽക വെച്ചിട്ട് ചോദിക്കണം. മാ തിൽക എന്ന് ചോദിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു എന്താണെന്ന് ചോദിക്കാൻ മാ എന്നും ഒരു ആള് ആരാണെന്ന് ചോദിക്കാൻ മൻ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഖുറാനിലെ 2 വരികൾ ഇവിടെ കൊടുത്ത് 2 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികളെ വായിച്ച് പഠിക്കുക.
ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. ദാലിക ഫദലുല്ലാഹി, അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. വമാ തിൽക ബിയമീനിക്, നിങ്ങളുടെ വലത് കൈയിലുള്ളത് എന്താണ്? ഇവിടെ ദാലിക എന്ന് ഖുർആനിൽ ഉപയോഗിച്ചു, തിൽക എന്ന് ഉപയോഗിച്ചു. ഈ രണ്ട് പദങ്ങളുടെയും ഉപയോഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നീട് അടുത്ത എക്സസൈസ് ദാലിക എന്നുള്ളത് കുട്ടികൾ അതിന്റെ മുകളിലൂടെ എഴുതി പരിശീലിക്കാനുള്ളതാണ്. എല്ലാവരും നല്ല പോലെ വായിച്ചു പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.